എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിൻസ രാജു. ഇന്ന് ആവോലി മീൻ കൊണ്ടൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഓവനിൽ വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ക്യാപ്സിക്കം, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാനിവിടെ 4 കളർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്താൽ മതിയാകും. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി വേണം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാനായി വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇനി നമുക്ക് മീൻ നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ മീൻ നന്നായി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച മസാല പുരട്ടി 2-3 മണിക്കൂർ വെക്കണം. എന്നാലേ മസാല മീനിലേക്ക് നല്ലതുപോലെ പിടിച്ചു കിട്ടൂ. മസാലയെല്ലാം മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ ഫോയിൽ പേപ്പർ വച്ചതിനു ശേഷം മാരിനേറ്റ് ചെയ്ത മീൻ ആ ട്രേയിലേക്ക് വച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും സവാളയും ഇതുപോലെ മീനിൻ്റെ മുകളിലേക്ക് വച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 250 ഡിഗ്രിയിൽ 1 മണിക്കൂർ വെക്കണം മീൻ കുക്കായി വരാൻ. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ മീനിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും എല്ലാം വെള്ളം ട്രേയിലേക്ക് ഇറങ്ങി വന്നു തുടങ്ങും. ആ സമയത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് മീനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഓവനിൽ വെച്ച് കുക്ക് ചെയ്യാം. ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരും മീൻ കുക്കായി വരാൻ. എന്നാലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. താങ്ക് യു.